സുഹൃത്തുക്കളെ, ഇന്ന് 2024 നവംബർ 28. കഴിഞ്ഞ ഒക്ടോബർ 14 73-ാം ജന്മദിനം കടന്നുപോയി. ഇത് ഈ RK രവി ടോക്സിൻ്റെ 43-ാമത്തെ എപ്പിസോഡാണ്. 70-ാം ജന്മദിനത്തിലാണ് ഈ പരിപാടി തുടങ്ങി വെച്ചത്. അതിനുശേഷം 42 എപ്പിസോഡുകൾ പുറത്തിറക്കാൻ കഴിഞ്ഞു എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 5-6 ദിവസത്തിന് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു മഹാസംഗമത്തിനെ കുറിച്ചുള്ള ഒരു എപ്പിസോഡാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സമയം അതിക്രമിക്കുകയാണെങ്കിൽ ഇത് രണ്ട് ഭാഗമായിട്ട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിനിടെ ഗോവയിൽ ഒരു അയൺമാൻ കോൺടെസ്റ്റിന് പങ്കെടുക്കുകയല്ല, കാണാൻ വേണ്ടി പോയി. ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലിൽ പങ്കെടുത്തു. അതിനെക്കുറിച്ചൊക്കെ വെവ്വേറെ എപ്പിസോഡുകൾ പുറകെ വരുന്നതാണ്. ഈ എപ്പിസോഡ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ബഹുമാനപൂർവം ഞാൻ കൊണ്ടു നടക്കുന്നതുമായ ഒരു കൂട്ടം ആളുകളുടെ ഒരു സംഗമവേദിയായിരുന്നു. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. 1968 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഞങ്ങൾ ഇപ്പോൾ 1972 ബാച്ച് എന്ന് അറിയപ്പെടുന്ന ബാച്ച് കോളേജിൽ ചേരുന്നത്. അതിനും മാസങ്ങൾക്ക് മുൻപേ 1968 ഏപ്രിൽ മെയ്യിൽ കോളേജിൽ നിന്ന് വിട്ടുപിരിഞ്ഞ ബാച്ചാണ് 1968 ബാച്ച് എന്നറിയപ്പെടുന്നത്. ഒരുപക്ഷെ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 1962 പുറത്തു വന്ന ഇപ്പോൾ 2024 എത്തി നിൽക്കുന്ന ബാച്ചുകളിൽ ഏറ്റവും പ്രഗത്ഭരും വളരെ ഉന്നത പദവികളിൽ വിരാജിച്ചിരുന്നവരുമായ ഒരു കൂട്ടം ആൾക്കാരാണ് ഇതിലടങ്ങിയിട്ടുള്ളത്. അവരിൽ പലരും ഇപ്പോൾ 80 വയസ്സ് പൂർത്തിയാക്കിയവരാണ്. അവരുടെ മറ്റേ പകുതികൾ സ്പൗസസ് അവരും വളരെ അപൂർവം പേരെ എന്നേക്കാൾ പ്രായം കുറഞ്ഞവരുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. അവരുടെ 50-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി അതിലൊരു പ്രത്യേകത പറയാനുള്ളത്, ഞാൻ ഇവരെ കോളേജിൽ വെച്ച് കണ്ടിട്ടില്ല. കാരണം ഇവരൊക്കെ കോളേജിൽ നിന്ന് പോയതിന് ശേഷമാണല്ലോ ഞാൻ അവിടെ എത്തിച്ചേരുന്നത്. പിന്നെ അപൂർവം ചിലരെയൊക്കെ മറ്റ് അവസരങ്ങളിലായിട്ട് എയർ മാർഷൽ കുരുവിള പഴയ ഹോക്കി പ്ലെയർ ആയിരുന്നു. ശ്രീമാൻ തോമസ് മാത്യു റിലയൻസിൻ്റെ പിന്നെ പ്രസിഡന്റ് ആയിരുന്ന ആള്, പഴയ ബാസ്കറ്റ്ബോൾ പ്ലെയറും കോളേജ് യൂണിയൻ ചെയർമാനും മറ്റ് നിലയ്ക്കൊക്കെ പ്രശസ്തരായ ചില ആൾക്കാർ, ശ്രീമാൻ ഭട്ടതിരിപ്പാട്, നമ്പീശൻ, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ ഞാൻ മറ്റ് ചില വേദികളിലൊക്കെ വെച്ച് പരിചയപ്പെട്ടിട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ശ്രീമാൻ തോമസ് മാത്യു മുംബൈയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എടാ രവി, നിന്റെ ഒരു കോൾ ഷീറ്റ് വേണം എനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ അത്ഭുതപ്പെട്ടു. കാരണം TG രവിയോടൊക്കെ അല്ലേ കോൾ ഷീറ്റ് ചോദിക്കുക, എന്നോട് എന്തിനാ ഈ കോൾ ഷീറ്റ് ചോദിക്കണം. അപ്പോൾ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ 2018 ഞങ്ങൾ 50 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. നിന്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വരുന്ന ദിവസം അറിയിച്ചാൽ ഞങ്ങളുടെ കൂടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിനെ കാണുന്നതിനും മറ്റ് ചർച്ചകൾക്കുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അങ്ങനെ എയർ മാർഷൽ PK കുരുവിള എന്നെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ ഇന്ന ദിവസം, എനിക്ക് തോന്നുന്നത് 2016-ലോ 2017-ലോ മറ്റാണ്. കാരണം ഇവരുടെ ഈ സംഗമം തുടങ്ങുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവരുടെ എന്താ പറയുക, അതിൻ്റെ സംഘടന പ്രവർത്തികൾ തുടങ്ങി. അതിൻ്റെ ആദ്യ മീറ്റിംഗാണ് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പലിൻ്റെ മുറിയിൽ വെച്ച് ചേർന്നത്. അതിൽ മിസ്റ്റർ തോമസ് മാത്യുവും PK കുരുവിളയും കൂടാതെ ശ്രീമാൻ ഭാനുകുമാറും കൂടി പങ്കെടുത്തിരുന്നു. അന്ന്
അവിടെ വെച്ച് എന്തൊക്കെ ചെയ്യണം, കോളേജിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോളേജിലത്തെ സഹകരണം എന്താ, അങ്ങനത്തെ അത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രിൻസിപ്പലുമായിട്ടും അവിടുത്തെ പിന്നെ മറ്റ് പ്രൊഫസർമാരുമായിട്ടും ഒക്കെ ചർച്ച ചെയ്തത്. പിന്നീട് നിങ്ങൾ പറഞ്ഞാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ഔന്നത്യം എത്രയുണ്ടെന്നുള്ളത്. ശ്രീമാൻ തോമസ് മാത്യു പ്രസിഡന്റ് ഈ ചടങ്ങിൻ്റെ നടത്തിപ്പിനായിട്ടുള്ള അദ്ദേഹം അന്ന് റിലയൻസ് ഗ്രൂപ്പിൻ്റെ പ്രസിഡന്റായി ബോംബെയിൽ പ്രവർത്തിക്കുകയാണ്. സെക്രട്ടറി വളരെ പ്രശസ്തമായി എയർഫോഴ്സിൽ സേവനമനുഷ്ഠിച്ചിരുന്ന എയർ വൈസ് മാർഷൽ PK കുരുവിള. അതിൻ്റെ ട്രഷറർ നമുക്കൊക്കെ അത്ഭുതം തോന്നും. കാരണം റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറായിരുന്ന ശ്രീമാൻ ലീലാധർ വിത്തൽദാസാണ്. അദ്ദേഹം കെമിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായതിനു ശേഷം കനറ ബാങ്കിൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നതിന് ശേഷമാണ് റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി വിരമിച്ചത്. ഈ 3 പേരെ നയിക്കുന്ന ഒരു ടീം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അവരുടെ സംഘാടന പാഠവും കാര്യപ്രാപ്തിയും പറ്റും. പിന്നീടുള്ള ആൾക്കാർ പലരും പല ബോർഡ് റൂമുകളിൽ ചെയർമാനായി ഇരിക്കുന്ന ആൾക്കാർ, പിന്നെ സായുധ സേനയിൽ ഉയർന്ന പദവികൾ, ഞാൻ അവരൊന്നും പേര് പറഞ്ഞാൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും, അതുകൊണ്ട് അത് ഞാൻ കടക്കുന്നില്ല. അങ്ങനെ ഈ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചു, ഒരു സംഘാടക സമിതി രൂപീകരിച്ചു. പിന്നീട് നടക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ വെച്ച് തിരുവനന്തപുരം, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട്, ബാംഗ്ലൂർ, ബോംബെ എന്നിവിടങ്ങളിലൊക്കെ ഇതിൻ്റെ പ്രാഥമിക യോഗങ്ങൾ ചേരുകയാണ്. അതിൽ 3-4 എണ്ണത്തിലൊക്കെ എനിക്കും പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് ദിവസം നിശ്ചയിച്ചു. 2018 ഓഗസ്റ്റിലെ 2-3 ദിവസമാണ് നിശ്ചയിച്ചിരുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ വിളിക്കുന്നു, അവരുടെ സൗകര്യങ്ങൾ അന്വേഷിക്കുന്നു, അവർക്ക് വേണ്ട അക്കോമഡേഷൻ ഏർപ്പെടുത്തുന്നു. അങ്ങനെ എല്ലാവിധ സംഗതികളും നിശ്ചയിച്ച് ഉറപ്പിച്ച് പലരും അമേരിക്കയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ യാത്രകളൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി കേരളത്തിലെ 2018 വെള്ളപ്പൊക്കം വന്നു ഭവിക്കുന്നത്. അതിൻ്റെ ഫലമായി ആഗസ്റ്റിൽ നടക്കേണ്ടിയിരുന്ന യോഗം 2018 നവംബറിലേക്ക് മാറ്റി. തൃശ്ശൂരിലെ കാസിന ഹോട്ടലിലും നമ്മുടെ മാതൃ വിദ്യാലയത്തിലുമായിട്ടാണ് പരിപാടികൾ, 3 ദിവസത്തെ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരുന്നത്. അതിലൊരു ദിവസം പെട്ടെന്നുണ്ടായ ശബരിമല പ്രശ്നത്തോടനുബന്ധിച്ചൊരു ഹർത്താൽ. അപ്പോൾ അന്നത്തെ പരിപാടികൾ നിർത്തിവെക്കേണ്ടി വന്നു. പക്ഷേ അന്ന് ഇവരുടെ കൂട്ടത്തിൽ തന്നെയുള്ള ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആത്മീയ ഗുരു ശ്രീമാൻ VK സോമകുമാർ, ഞാൻ സ്നേഹപൂർവ്വം സോമേട്ടനെ എന്ന് വിളിക്കുന്ന എൻ്റെ ഒരു ആത്മീയ ഗുരു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അദ്ദേഹത്തിൻ്റെ ഹാർട്ട്ഫുൾനെസ് യോഗ കൊണ്ട് ആ ദിവസം സമ്പന്നമാക്കി. മറ്റു ദിവസങ്ങളിലൊക്കെ വളരെ കാര്യമായ പരിപാടികളൊക്കെ നടന്നു. അതിനുശേഷം എന്താണ് അവർ തീരുമാനിച്ചതെന്ന് വെച്ചാൽ, ഈ പരിപാടി കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം മുതൽ അടുത്ത വർഷത്തെ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും പിന്നെ അതിനുള്ള പ്രവർത്തനങ്ങളാണ്. അങ്ങനെ ഇത് 56ാമത്തെ വാർഷികമാണ്. കഴിഞ്ഞ വർഷം ചെറുതുരുത്തിയിലും അതിന് മുമ്പത്തെ വർഷം ഗോവയിലും വെച്ചുമാണ് ഇതൊക്കെ നടന്നിരുന്നത്. ഇനി അടുത്ത വർഷത്തെ തീരുമാനിച്ചു കഴിഞ്ഞു, കോഴിക്കോട് വെച്ച് നടത്താൻ നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ തിരുവനന്തപുരത്തെ പിന്നെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ നവംബറിൽ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാണ് അവരുടെ ഒരു പ്ലാനിങ്ങിൻ്റെ എന്താ പറയുന്നത് വിശേഷത. ഞാനിത് ഇത്രയും വിശദമായി പറയുന്നതിന് കാരണം, ഞാൻ ഈ 62 മുതൽ 74 വരെയുള്ള ബാച്ചുകളുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പല പരിപാടികളിലും പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുള്ള ഒരാളെന്നുള്ള എളിയ നിലയിലാണ് ഞാൻ മറ്റുള്ളവരോട് ഇത് ഉത്ബോധിപ്പിക്കുന്നത്. കാരണം ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് നിങ്ങൾക്ക് മാതൃകയാക്കി എടുക്കാവുന്ന പ്രവർത്തനങ്ങളാണ് ഇവരുടെ. ഏകദേശം അടുപ്പിച്ച് നിർത്താവുന്ന വിധത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത് 1974 ബാച്ച് കഴിഞ്ഞ ജനുവരിയിലാണ് അവർ നടത്തിയത്. അവരും ഒരു വർഷം മുമ്പേ ഇതിനെക്കുറിച്ച് ആലോചനകൾ തുടങ്ങി. അമേരിക്കയിൽ നിന്നും സിംഗപ്പൂർ, ഓസ്ട്രേലിയ തുടങ്ങിയുള്ള ആൾക്കാർ, സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആൾക്കാരൊക്കെ പങ്കെടുത്തു. അവരും എൻ്റെ നിർദ്ദേശപ്രകാരം ഇവരുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് 51ാമത്തെ വാർഷികം ആഘോഷിക്കുകയാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ പൂനെയിൽ വെച്ച്.
പിന്നീട് ഇതുപോലെ എനിക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടിയതും എനിക്ക് വളരെ സന്തോഷം തോന്നിയതുമായത് 99 ബാച്ചിൽ പാസ്സായവരുടെ 25ാം വാർഷിക ആഘോഷങ്ങളാണ്. അതും ഈ വർഷം തന്നെ കോളേജിൽ വെച്ചും മറ്റു പല റിസോർട്ടുകളിൽ വെച്ചുമായി നടത്തുകയുണ്ടായി. അപ്പോൾ ഞാൻ ഇനി കൂടുതൽ സംസാരിക്കുന്നില്ല. എല്ലാവരും നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായ എല്ലാവരും തന്നെ ഇതൊന്ന് കാണണമെന്നും ഇതിൽ നിങ്ങൾക്ക് നടത്തിപ്പിന് ആവശ്യമായ ഏതൊരുവിധ സഹായ സഹകരണവും എൻ്റെ കയ്യിൽ നിന്നും ഓൺലൈനായും ഓഫ്ലൈനും ഉണ്ടാവുമെന്നും ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് അവരുടെ ഈ 3-4 ദിവസത്തെ പരിപാടികളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. നന്ദി, നമസ്കാരം. സൈഡിൽ നിന്നിട്ട് അതെ എല്ലാരും ഇവിടെ നോക്കണേ. അതെ, അപ്പൊ ഫോളോ ചെയ്താൽ മതിയല്ലോ. അപ്പൊ ഫോളോ ചെയ്താൽ മതി. ആ